ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു പരിപ്പ് കറി തയ്യാറാക്കാം. അതിനായിട്ട് ചെറുപയറാണ് ആവശ്യം. പിന്നെ നമുക്ക് അതിലോട്ട് തേങ്ങ ഒരു അരമുറി, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, ഒരു വെളുത്തുള്ളി അല്ലി, പിന്നെ നമുക്ക് താളിക്കുന്നതിനായിട്ട് ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക്. ആദ്യം ചീനിച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ചെറുപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ചെറുപയറിൻ്റെ കളറ് മാറുന്നവരെ, അതായത് ഒരു മണം വരില്ലേ, മൂത്ത മണം വരില്ലേ, അതുവരെ നമ്മൾ ഇട്ട് ചൂടാക്കണം. അതിനുശേഷം നമുക്ക് ഇത് തണുപ്പിച്ചെടുക്കണമെന്ന് വെച്ചാൽ ആറാൻ വെക്കണം. അതിൻ്റെ ചൂട് പോയതിന് ശേഷമാണ് നമുക്ക് പിന്നെ പൊടിച്ചെടുക്കേണ്ടത്. പൊടിച്ചെടുക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് പൊടിഞ്ഞു പോകാൻ പാടില്ല. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ മതി. ഇനിയാണ് നമുക്ക് പയർ ക്ലീൻ ചെയ്യേണ്ടത്. അതായത് പണ്ടുള്ളവർ മുറത്തിൽ പാറ്റിയെടുക്കുമായിരിക്കും, ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കും. ഇപ്പം അതില്ലാത്തത് കൊണ്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകി മേലെ ഇതുപോലെ തൊലി വരുമല്ലോ, അത് നമ്മൾ കളഞ്ഞെടുക്കണം. കഴുകി വെച്ച പയർ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്ത് 4 വിസിലടിച്ചെടുക്കാം. പിന്നെ നമുക്ക് തേങ്ങ അരച്ച് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്തുടഞ്ഞ പയറിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ട് ചൂടാക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം ആ ഒരു പച്ച മണമില്ലേ, ആ തേങ്ങയുടെയും അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് ചൂടാക്കിയെടുത്തതിന് ശേഷം താളിച്ച് കൊടുക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. നല്ല ബ്രൗൺ നിറത്തിൽ ആ ഉള്ളിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് പയറിലേക്ക് താളിച്ച് വെച്ചത് ഒഴിച്ചു കൊടുത്ത് ഇളക്കാം. സിമ്പിൾ പരിപാടിയല്ലേ, കഴിഞ്ഞു കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. തേങ്ങ അരപ്പിട്ട ശേഷം ചൂടാക്കി ഇച്ചിരി തിളച്ചാലും കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയിലെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. പരിപ്പ് കറി നെയ്യും പപ്പടവും വെച്ചൊരു പിടി പിടിച്ചാൽ സൂപ്പറാണ്.